ഒരു പാവപ്പെട്ട ഒരു പ്രവർത്തകനാണ്. എന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട. എന്തെങ്കിലും കിട്ടണമെങ്കിൽ മേലെ ഇരിക്കുന്ന വലിയ ആൾക്കാർ അവിടെയുണ്ട്. അവരൊക്കെ പോയി കണ്ടിട്ട് വേള പിടിച്ച് പുനഃസംഘടനയോ ആര് പറഞ്ഞു? നിങ്ങൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. കാണുന്നു, കൂട്ടായി കാണുന്ന പോകുന്നുണ്ട് 3:30. പക്ഷെ എനിക്ക് ഫ്ലൈറ്റ് പോകേണ്ടതുകൊണ്ട് ഞാനിങ്ങ് പോവുകയാണ്. എല്ലാ പോകണമെന്നതാണ് ഞങ്ങളൊക്കെ വെച്ച നിർദ്ദേശം. ഞങ്ങളെല്ലാം അറിയിക്കേണ്ട അതിർത്തിയെല്ലാം നേരെ മുഖം നോക്കിയിട്ട് തന്നെ നമ്മളങ്ങ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ മടിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു. നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യമുണ്ടാക്കുന്നവർ. ആ അനൈക്യമുണ്ടാക്കുന്നത് നിർത്തിയാൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചു വരാൻ പറ്റും. ഇല്ലേ നമ്മൾ വെള്ളത്തിലിറങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങ് ഇറങ്ങി വന്നത്. നിശ്ചയമായും എല്ലാവർക്കും അത് ബോധ്യമുണ്ട്. അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലെന്നേ. ഒരു പാർട്ടി ആകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടി ആകുമ്പോൾ ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ലേ? അതെല്ലാം തർക്കങ്ങളാണ്. ആശയവിനിമയങ്ങൾ നടക്കുന്നു, ഇപ്പം നടക്കുന്നു. ഇന്നിപ്പം നടത്തിയതെല്ലാം ആശയവിനിമയങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു ഐക്യമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ യോഗം വിളിച്ചേക്കുന്നത്. എന്ത് അങ്ങനെയൊന്നുമില്ല. നേതാക്കന്മാരെല്ലാം ചർച്ചയുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും പരസ്പരം ബന്ധപ്പെടുന്നുണ്ട്.